ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി നടന്നു. പുതിയതായി ആരംഭിക്കുന്നതും നിലവിൽ നടപ്പിലാക്കുന്നതും മുടങ്ങിക്കിടക്കുന്നതുമായ കേന്ദ്ര പദ്ധതികളുടെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനും തുടർ നടപടികൾക്കുമായാണ് പ്രത്യേക യോഗം സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി KC വേണുഗോപാൽ MP, കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ഇത് പ്രധാനപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന, ഉദാഹരണം പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന PMA. നമ്മുടെ നാട്ടിൽ ഭവന നിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ രണ്ടാമതും എലക്ട് ചെയ്തപ്പം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ നിവേദനം കിട്ടുന്നത് വീടില്ലാത്ത വ്യവസ്ഥയാണ്. ഒരു അനിശ്ചിതത്വം പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിൽക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തുകളുടെ കോൺട്രിബ്യൂഷനും, പിന്നെ സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ, പഞ്ചായത്തുകളുടെ ലോക്കൽ ബോഡി കോൺട്രിബ്യൂഷൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഇതോട് കൂടുമ്പോഴാണ് പലയിടത്തും എന്താ സ്ഥിതി വെച്ചാൽ ഒരു ഗഡു കൊടുത്തു, പിന്നെ കൊടുത്തില്ല, പണി പാതി വഴിയിൽ നിൽക്കുകയാണ്. വീടുകൾ പാതി വഴിയിൽ നിൽക്കുന്നൊരവസ്ഥ, പുതിയ വീടുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെന്താണ് പരിഹാര മാർഗം എന്നുള്ളത് നമ്മൾ സ്വീകരിച്ച് മതിയാവുക. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുപോലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നം ഓരോന്നെടുക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാം. ഇത്തരം പൊതുവായ പ്രശ്നങ്ങൾ, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനുണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ഈ ജില്ലയുടെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനായി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ ആലപ്പുഴ എല്ലാ കാലത്തും ഇതിന് മുൻപന്തിയിൽ നിന്ന ജില്ലകളിലൊന്നാണ്.